ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സ തുടരും. അതേസമയം അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ, അത് വെന്റിലേറ്ററിലായിരുന്ന ഉമാ തോമസിനെ നിലവിൽ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുമെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്വാസകോശത്തിന് പുറത്തെ നീർക്കെട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണ്. കൗണ്ടുകളും വൈറ്റൽസും സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനായിട്ട് തീരുമാനിക്കുകയും അതിൽ നിന്ന് മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് തുടരുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. എന്തായാലും വെന്റിലേറ്റർ സഹായം മാറ്റിയെങ്കിലും അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരേണ്ടതുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിനകത്ത് മക്കളുമായിട്ടും ഡോക്ടർമാരുമായിട്ട് ഉമാ തോമസ് സംസാരിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ കൈകാലുകളും ശരീരവും അനക്കി തുടങ്ങിയിരുന്നു. ഈ ശ്വാസകോശത്തിന് അണുബാധ ഏൽക്കാതിരിക്കാനുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ശ്വാസകോശത്തിൽ ഈ വാരിയല് കയറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രക്തം കട്ട പിടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രക്തം പലപ്പോഴായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ വെന്റിലേറ്ററിൽ നിന്ന് ഉമാ തോമസിനെ മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനിലയിൽ പുരോഗതിയാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.